ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും യോഗ ചെയ്യുന്നവരാണല്ലേ, പക്ഷെ നമ്മുടെ യോഗ കൂടുതൽ ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ യോഗയുടെ ആരും പറഞ്ഞിട്ടില്ലാത്ത, ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വശത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും 60+ ക്രേസി ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു വിചിത്രമായ ചാനലാണ്. എൻ്റെ ഈ ജീവിത യാത്രയിൽ ഞാൻ എങ്ങനെ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി കൊണ്ടുവന്നു, ഞാൻ എൻ്റെ അറിവ് മെച്ചപ്പെടുത്തി കൊണ്ടുവന്നു എന്നുള്ള പല വശങ്ങളും ഞാൻ പങ്കുവെക്കും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു എഞ്ചിനീയറാണ്. ടെക്നോളജി എൻ്റെ ഹോബിയും എൻ്റെ പാഷനുമാണ്. ഞാൻ 1980കളിൽ നമ്മുടെ എയർ ഇന്ത്യയുടെ സാന്റക്രൂസിലെ സെൻട്രൽ റിസർവേഷൻ സിസ്റ്റം മെയിൻ ഫ്രെയിമിൻ്റെ സർവീസ് എഞ്ചിനീയറായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് 300 മെഗാബൈറ്റ്സിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് വളരെ വലുതായിരുന്നു. ഇന്ന് നമുക്ക് 16 GB, 32 GB, 128 GB ഒക്കെ ചെറിയ ഫ്ലാഷ് ഡ്രൈവായിട്ട് ലഭിക്കും അല്ലേ. ഹാർഡ് ഡിസ്കിൽ ഡിസ്ക് പ്ലാറ്റേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള റെക്കോർഡ് പ്ലെയറിൻ്റെ, പണ്ടത്തെ റെക്കോർഡ് പ്ലെയറിലൊക്കെ റെക്കോർഡ്സ് കണ്ടിട്ടുണ്ട്. അതെടുത്തിട്ടിട്ട് നമ്മൾ അതിൻ്റെ ഹെഡ് പിടിച്ച് അതിൽ ഔട്ടർ മോസ്റ്റ് ട്രാക്കിൽ വെക്കുന്നു. പിന്നെ പാട്ട് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ആ ഹെഡ് പതുക്കെ മൂവ് ചെയ്ത് അറ്റം വരെ എത്തുന്നു. ശരിയല്ലേ? ഇത് നമ്മൾ കണ്ടു കാണും. നമ്മൾ എൻ്റെ പ്രായത്തിലുള്ളവർ തീർച്ചയായിട്ടും കണ്ടു കാണും. ഞാനിത് എന്തിനു പറയുന്നുവെന്ന് ഞാൻ പറയാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും യോഗ ചെയ്യുന്നവരാണല്ലേ, പക്ഷെ നമ്മുടെ യോഗ കൂടുതൽ ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് തിരിച്ച് ഹാർഡ് ഡിസ്കിലേക്ക് വരാം. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൽ ഒരു ഹെഡ് ഉണ്ട്, മൂവിങ് ഹെഡ്. ഈ ഹാർഡ് ഡിസ്കിൻ്റെ പ്രത്യേകത, അവിടെ ഈ സ്പൈറൽ ട്രാക്ക് അല്ല, പണ്ടത്തെ നമ്മുടെ റെക്കോർഡ്സിലെ പോലെ സ്പൈറൽ ട്രാക്സ് അല്ല. ഓരോ ട്രാക്കും ഡിസ്ക്രീറ്റ് സർക്കിളാണ്, ഇൻവിസിബിൾ ആണ്, ഗ്രൂവ്സ് ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? ഇറ്റ്സ് എ മാഗ്നറ്റിക് സർഫസ്. അതിൽ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ ആ ട്രാക്കിൽ എങ്ങനെ റീഡ് റൈറ്റ് ഹെഡിനെ എത്തിച്ചാൽ അവിടെ തന്നെ അതിനെങ്ങനെ നിലനിർത്തും? എന്നാൽ മാത്രമേ നമുക്ക് ആ എഴുതിയ കാര്യം വീണ്ടും വായിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ഇവിടെ ഒരു സോളിനോയിഡ് ഉണ്ട്, ഒരു കോയിലുണ്ട്, ഒരു മാഗ്നറ്റ് ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, ഒരു സോളിനോയിഡ് ഉണ്ട്. ഈ സോളിനോയിഡ്, ആ കോയിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ അത് മൂവ് ചെയ്യും. ഫ്രീ ആയിട്ട് മൂവബിൾ ആണ്. നമ്മൾ കൈ മൂവ് ചെയ്യുന്ന പോലെ ഇറ്റ് ക്യാൻ മൂവ് ഫ്രീലി ഫ്രം വൺ എൻഡ് ടു ദി അതർ എൻഡ്, വൺ ട്രാക്ക് ടു ദി അതർ ട്രാക്ക്. പക്ഷേ നമ്മളത് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ട്രാക്കിലെത്തി അവിടെ തന്നെ അത് നിൽക്കും. ഇതിന് PID കൺട്രോൾ, പ്രൊപ്പോർഷണൽ ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് കൺട്രോൾ എന്ന് പറയും. അത് അനക്കാൻ പോലും പറ്റുകയില്ല, അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കും. യോഗയിൽ കേട്ടിട്ടുണ്ട്, പതഞ്ജലി യോഗ സൂത്രയിൽ കേട്ടിട്ടുണ്ട്, സ്ഥിരം സുഖം ആസനം. നമുക്കതിലേക്ക് വരാം. നമ്മൾ ശരിക്കും യോഗ ചെയ്യുന്നത് ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ആയിട്ടാണ് അല്ലേ. കുറച്ച് വേഗത്തിൽ ചെയ്താൽ അതൊരു കാർഡിയോ വാസ്കുലർ എക്സസൈസ്, അതൊരു മസിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഐസോമെട്രിക് എക്സസൈസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ശരിയല്ലേ? ഇന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നത്, നമ്മളൊരു വസ്തു, ഞാനൊരു പേന ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്ത് വയ്ക്കും. ഓക്കെ ഇതാണോ എളുപ്പം? ഒരു പേന എടുത്ത് വളരെ സാവകാശം വേറൊരു സ്ഥലത്ത് വയ്ക്കുന്നു. പിന്നെ പേന എടുത്ത് ഉയർത്തി പിടിക്കുന്നു, ഒരേ സ്ഥലത്ത് പിടിക്കുന്നു. ഈ 3 പ്രവൃത്തിയിലും വലിയ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന യോഗാസനത്തിൻ്റെ ആ പോസ്ചറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നതിന് വലിയ പ്രത്യേകതകളുണ്ട്. ഇത് എളുപ്പമേ അല്ല. അപ്പം കൈ ഉയർത്താം, കൈ താഴ്ത്താം, പക്ഷെ കൈ ഉയർത്തി ഒരു സ്ഥലത്ത് അതിനെ നിർത്തുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. റോബോട്ടിക്സ് ഒക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും. ഒരു ഫ്രീലി മൂവിങ് ആമിനെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിർത്തുന്നു, വേറൊരു സഹായം ഇല്ലാതെ, വേറൊരു കൈയുടെ സഹായം ഇല്ലാതെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിർത്തുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അപ്പം നമ്മൾ യോഗാസനം ചെയ്യുമ്പം ഇത് ഓർക്കുക, ആ പോസ്ചറിൽ എത്തിക്കഴിഞ്ഞാൽ ആ എത്തി അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിന് വളരെ ഫൈൻ മോട്ടർ കൺട്രോൾ ആക്ടിവേഷൻ വേണം. കണ്ണടച്ചാണെങ്കിൽ പൂർണ്ണമായും നമ്മുടെ ബ്രെയിനിന് ആ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ കണ്ണ് തുറന്ന് നമ്മുടെ
കൈയോ കാലോ ഒരു സ്ഥലത്ത് നിർത്തുന്നതിനൊരു വളരെ വലിയ പ്രത്യേകതയുണ്ട്. പക്ഷേ കണ്ണടച്ച് ചെയ്താൽ അതിനും വലിയ പ്രത്യേകതയുണ്ട്. മനസ്സിലാവുന്നതോടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. അപ്പം യോഗ വെറും ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് അല്ല. രണ്ടാമത്തെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ മൂവ്മെൻറ്റ്, പെട്ടെന്ന് മൂവ് ചെയ്യുന്നതും കൺട്രോൾ മൂവ്മെൻറ്റും എങ്ങനെയായിരിക്കുമെന്ന് ഓർത്ത് നോക്കും. നമ്മളിപ്പം ആ സോളിനോയിഡ്, ആ കോയിലിൽ നമ്മൾ വൈദ്യുതി ഒരു ദിശയിലേക്ക് പാസ് ചെയ്താൽ പെട്ടെന്ന് അതിനൊരു എക്സ്ട്രീമിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ? മറ്റേ ദിശയിലേക്ക് പാസ് ചെയ്താൽ പെട്ടെന്ന് മറ്റേ ദിശയിലേക്ക് വരും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുവെന്ന് തോന്നുന്നു. പക്ഷെ എങ്ങനെ ഇതിന് സാവകാശം, അതായത് അബ്സല്യൂട്ട്ലി ഫ്രീ ഒബ്ജക്റ്റ്, അതിന് സാവകാശം നമുക്ക് മൂവ് ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേൾക്കുന്നവരിൽ ടെക്നിക്കലായിട്ട് താല്പര്യമുള്ളവർക്ക് ഇത് മനസ്സിലാവും ഇതിൻ്റെ സങ്കീർണത. ഈ കൺട്രോൾഡ് മൂവ്മെൻറ്റ് ഈസ് സോ കോംപ്ലിക്കേറ്റഡ് ബട്ട് ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. ദാറ്റ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ഹൈലൈറ്റ്. അപ്പം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യോഗ ചെയ്യുമ്പം ആ മൂവ്മെൻറ്റ് ഇസ് പ്രഷ്യസ്. അവിടെ വേഗത കൂടുകയോ കുറയുകയോ ചെയ്യാതെ, ഇങ്ങനെ മൂവ് ചെയ്യാതെ, അല്ലെങ്കിൽ പല വേഗതയിൽ മൂവ് ചെയ്യാതെ, ഒരു ജർക്ക് ഇല്ലാതെ ഒരേ സ്പീഡിൽ മൂവ് ചെയ്യൂ. അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പിന്നെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു താങ്ങുമില്ലാതെ സ്റ്റഡി ആയിട്ട് കൈയോ കാലോ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ നോക്കൂ. സ്റ്റഡിയായി അവിടെ എത്തിക്കഴിഞ്ഞാൽ കണ്ണടച്ച് അതേ പൊസിഷനിൽ സ്റ്റഡിയായിട്ട് നിർത്താൻ കൂടി പരിശീലിക്കുക. അപ്പോൾ യോഗ ചെയ്യുമ്പം ഈ വശങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ യോഗയുടെ കൂടുതൽ പ്രാധാന്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ജീവിതത്തിൻ്റെയും യോഗയുടെയും മെഡിറ്റേഷൻ്റെയും ടെക്നോളജിയുടെയും പല വശങ്ങൾ ഇങ്ങനത്തെ വീഡിയോകളിൽ കൂടി പങ്കുവയ്ക്കാം. തിരിച്ച് പതഞ്ജലി യോഗസൂത്രയിൽ വന്നാൽ സ്ഥിരം സുഖം ആസനം. അപ്പം ഇവിടെ ആ മൂവ്മെൻറ്റും കൺട്രോൾഡ് ആയിരിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും സ്ഥിരമായി അത് നിർത്തണം. കണ്ണടച്ച് അവിടെ സ്ഥിരമായി നിർത്തണം. ഇതിന് രണ്ടിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ കണ്ണടച്ച് സ്ഥിരമായി നിർത്തുന്നതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷെ കണ്ണ് തുറന്ന് ചെയ്യുന്നതിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. രണ്ടും നമ്മുടെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫൈൻ മോട്ടർ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നമ്മുടെ സ്ഥിരത കൂടുതൽ ഉറപ്പിക്കാം. ഇതിനോടൊപ്പം ഞാൻ പറയേണ്ട ഒരു കാര്യം, നമ്മൾ 2 വീലുള്ള സൈക്കിൾ എങ്ങനെ പഠിച്ചു? നമ്മൾ തുടക്കത്തിൽ എക്സ്ട്രാ 2 സപ്പോർട്ട് വീൽ വെച്ച് പഠിച്ചു. പക്ഷേ പിന്നെ ആ 2 വീല് മാറ്റി, പിന്നെ ആ എക്സ്ട്രാ വീലിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് 2 വീലിൽ ബാലൻസ് ലഭിച്ചു അല്ലേ? അതുപോലെ ഇത് പരിശീലിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പം മറിക്കുന്നില്ല. ഇതും കൂടി യോഗയുടെ ഒരു ഗുണമാണ്. നമുക്ക് സമചിത്തത ലഭിച്ചു തുടങ്ങും. ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തായാലും വരും, ഉയർച്ചയും താഴ്ചയും വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഒരു സ്ഥിരത ലഭിക്കാൻ യോഗ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും യോഗ ചെയ്ത് മുന്നേറാം ജീവിതത്തിൽ. ഇറ്റ്സ് നെവർ ലേറ്റ്. ഒരിക്കലും വൈകിട്ടില്ല. ഉറപ്പായിട്ടും ഇന്നത്തെ കാലത്ത് യോഗ ഏറ്റവും കൂടുതൽ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാലമാണല്ലേ. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നമസ്കാരം.